പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഈ രാത്രി വോട്ടെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം വീണ്ടും വോട്ടിന് നോട്ട് എന്ന വിവാദങ്ങൾ വരികയാണ്. കാസർഗോഡും വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയുമായി LDF. നായന്മാർ മൂലയിൽ UDF സ്ഥാനാർത്ഥി കല്ലട്ര മാഹിൻ ഹാജിയുടെ സഹോദരങ്ങളെ LDF പ്രവർത്തകർ തടഞ്ഞു. ഷെരീഫ് കല്ലട്ര, അഷ്റഫ് കല്ലട്ര എന്നിവരെയാണ് തടഞ്ഞത്. പണം നൽകാൻ വീട്ടിലെത്തിയപ്പോഴാണ് തടഞ്ഞത് എന്ന് LDF പ്രവർത്തകർ പറയുന്നു. പ്രദേശത്ത് സംഘർഷാവസ്ഥ. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, എന്താണ് സംഭവം? മാധു, ഈ സംഭവം അല്പസമയം മുമ്പാണ് ഉണ്ടായത്. കാസർഗോഡ് മണ്ഡലത്തിലെ നായന്മാർ മൂല ഈ നഗരത്തോട് ചേർന്നൊരു പ്രദേശമാണ്. അവിടെ ഒരു വീട്ടിൽ കല്ലട്ര മാഹിൻ ഹാജിയുടെ സഹോദരങ്ങൾ, അവർ UDF പ്രവർത്തകർ കൂടിയാണ്. ഷെരീഫ് കല്ലട്ര, അതോടൊപ്പം തന്നെ അഷ്റഫ് കല്ലട്ര എന്നിവർ ആ വീട്ടിലേക്ക് എത്തി. അപ്പോഴാണ് ഈ വിവരം LDF പ്രവർത്തകർ അറിഞ്ഞത്. ഈ പണം നൽകാനാണ്, ഈ പണം നൽകി വോട്ട് സ്വാധീനിക്കാനാണ് ഈ വീട്ടിലേക്ക് എത്തിയതെന്ന വിവരമാണ് LDF പ്രവർത്തകർക്ക് ലഭിച്ചത്. അങ്ങനെ LDF പ്രവർത്തകർ കൂട്ടം കൂടി ആ വീട്ടിലേക്ക് എത്തുകയും ഇവരെ തടയുകയാണ് ചെയ്തത്. ആ വീട്ടുകാർ തന്നെ നൽകിയ വിവരമാണ് എന്നതാണ് LDF പ്രവർത്തകർ പറയുന്നത്. വീട്ടിലെത്തി ഈ വീട്ടുകാർക്ക് പണം കൈമാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവരെ കൈയോടെ പിടികൂടിയതെന്നാണ് LDF പ്രവർത്തകർ ആരോപിക്കുന്നത്. അങ്ങനെ ഈ രണ്ടുപേരെയും, കല്ലട്ര മാഹിൻ ഹാജിയുടെ സഹോദരങ്ങളാണ് ഇവർ, UDF സ്ഥാനാർത്ഥിയുടെ സഹോദരങ്ങളാണ്. കല്ലട്ര അഷ്റഫ്, അതോടൊപ്പം തന്നെ കല്ലട്ര അഷ്റഫ് ഉൾപ്പെടെ രണ്ടുപേരാണ് ഈ സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവരെ LDF പ്രവർത്തകർ അവിടെ തടഞ്ഞു വെച്ചു. ഇവരുടെ കയ്യിൽ ഇവരുടെ പണം ഉണ്ടായിരുന്നു. ഇവർ ഈ ഒരു വീട്ടിലേക്ക് മാത്രമല്ല, ഈ രാത്രി സമയം, വോട്ടെടുപ്പിന്റെ തലേ ദിവസം രാത്രി സമയം നോക്കി ഒരുപാട് വീടുകളിൽ ഇത്തരത്തിൽ പണം നൽകി വോട്ട് സ്വാധീനിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുകയായിരുന്നു. അങ്ങനെ വിവരം ലഭിച്ചപ്പോഴാണ് ആ വീട്ടിലേക്ക് LDF പ്രവർത്തകർ എത്തിയത് എന്നതാണ് LDF ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. പണം നൽകുമ്പോൾ കൈയോടെയാണ് പിടികൂടിയത് എന്നതാണ്. അതിനുശേഷം അവിടെ ഈ സഹോദരങ്ങളും അതോടൊപ്പം തന്നെ LDF പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒടുവിൽ കൂടുതൽ LDF പ്രവർത്തകർ സംഘടിച്ച് ആ പ്രദേശത്തേക്ക് വരികയും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. UDF പ്രവർത്തകരും ഇതറിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് LDFന്റെ ഒരു ശക്തി കേന്ദ്രമല്ല, നഗരപ്രദേശത്തോട് ചേർന്ന മേഖലയാണ്. UDFന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് നായന്മാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. എന്നാൽ അവിടെ LDF പ്രവർത്തകർ ഇതറിഞ്ഞ് പെട്ടെന്ന് എത്തുകയായിരുന്നു. ഇത്തരത്തിൽ നഗരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലെല്ലാം UDF പണം നൽകി വോട്ട് സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന ആരോപണമാണ് ഇതിലൂടെ LDF ഉന്നയിക്കുന്നത്. ഇപ്പോൾ LDF ആരോപിക്കുന്നത് പണം നൽകുമ്പോൾ കൈയോടെയാണ് പിടികൂടിയത് എന്നാണ്. എന്തായാലും അതിൽ ഒരു പരിശോധനയും അന്വേഷണവും ഒക്കെ ആവശ്യമാണ്. പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകുന്നത്. കല്ലട്ര മാഹിൻ ഹാജിയുടെ സഹോദരങ്ങൾ അടക്കമാണ് ഈ പണ വിതരണത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ LDF ആരോപിക്കുന്നത്. പരാതിയും നൽകി കഴിഞ്ഞിരിക്കുന്നത്.